ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 20, പേജ് നമ്പർ 555. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. പദാനുപദം. ഗുഡാകേശ, ഹേ അർജുന, അഹം ഞാൻ, സർവഭൂതാശയസ്ഥിതഃ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാ അസ്മി, ആ പരമാത്മാവാണ്. അഹം ഞാൻ, ഭൂതാനാം ജീവഭൂതങ്ങളുടെ, ആദിഹി ച ആദിയും, മധ്യം ച മധ്യവും, അന്തഃ ഏവ ച അന്തം തന്നെയുമാകുന്നു. വിവർത്തനം. ഹേ അർജുന, ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ അർജുനനെ ഗുഡാകേശഃ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഗുഡാകേശഃ എന്നതിന് നിദ്രാതമസിനെ ജയിച്ചവൻ എന്നർത്ഥം. അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉറങ്ങുന്നവർക്ക് ഭൗതികാധ്യാത്മിക ലോകങ്ങളിൽ ഭഗവാൻ നാനാരൂപങ്ങളിലൂടെ സ്വയം ആവിഷ്കരിക്കുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ല. കൃഷ്ണൻ അർജുനനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. അർജുനൻ അത്തരം അന്ധകാരത്തിന് അതീതനാകയാൽ പരമദിവ്യോത്തമ പുരുഷൻ തൻ്റെ വിവിധ ഐശ്വര്യങ്ങളെപ്പറ്റി വിവരിച്ചു കൊടുക്കുവാൻ സമ്മതിക്കുന്നു. തൻ്റെ ആദിമ വിസ്തരണത്താൽ ഈ വിശ്വാവിഷ്കാരത്തിൻ്റെ ആത്മാവാണ് താനെന്ന് ആദ്യമേ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. ഭൗതിക സർഗത്തിന് മുമ്പ് തൻ്റെ സമഗ്ര വിസ്തരണത്താൽ അദ്ദേഹം പുരുഷാവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം. അങ്ങനെ മഹത്തത്വമെന്നു വിളിക്കപ്പെടുന്ന വിശ്വമൂലകങ്ങളുടെ ആത്മാവ് ഭഗവാൻ കൃഷ്ണൻ തന്നെ. സമ്പൂർണ്ണ ഭൗതിക ശക്തിയല്ല സൃഷ്ടിയുടെ കാരണം. മഹത്തത്വമെന്ന സമഗ്ര ഭൗതിക ശക്തിയിൽ മഹാവിഷ്ണു ഉൾപ്പൂകുകയാണു ചെയ്യുന്നത്. അവിടുന്നാണ് മഹത്തത്വത്തിൻ്റെ ആത്മാവ്. മഹാവിഷ്ണു പ്രകട വിശ്വത്തിൽ പ്രവേശിച്ച് ഓരോ സത്തയിലും വീണ്ടും പരമാത്മരൂപേണ നിലകൊള്ളുന്നു.
ആധ്യാത്മികമായ തേജസ്ഫുലിംഗത്തിൻ്റെ സാന്നിധ്യമാണ് ശരീരത്തെ നിലനിർത്തുന്നതെന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം. ആധ്യാത്മിക സ്ഫുലിംഗമില്ലാതെ ശരീരം വളരുകയില്ല. പരമാത്മാവായ കൃഷ്ണൻ അന്തസ്ഥിതനാകാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിനും വികാസം പ്രാപിക്കാനാവില്ല. സുബലോപനിഷത്ത് പറയുന്നു, പ്രകൃത്യാദി സർവഭൂതാന്തര്യാമി സർവശേഷി ച നാരായണഃ. പരമദിവ്യോത്തമ പുരുഷൻ പരമാത്മരൂപേണ എല്ലാ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളിലും കുടികൊള്ളുന്നു. ശ്രീമദ് ഭാഗവതവും സാത്വതന്ത്രവും 3 പുരുഷാവതാരങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാന്യഥോ വിദുഃ. ഈ ഭൗതികാവിഷ്കാരത്തിൽ ഭഗവാൻ 3 ഭാവങ്ങളിൽ പ്രത്യക്ഷീഭവിക്കുന്നു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. മഹാവിഷ്ണു അഥവാ കാരണോദകശായി വിഷ്ണുവിനെ പറ്റി ബ്രഹ്മസംഹിത ഇങ്ങനെ പുകഴ്ത്തുന്നു. യഃ കാരണാർണവജലേ ഭജതി സ്മ യോഗനിദ്രാം. കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാൻ കൃഷ്ണൻ കാരണാർണവത്തിൽ മഹാവിഷ്ണുവായി ശയിക്കുന്നു. അതുകൊണ്ട് ആ പരമപുരുഷൻ തന്നെ വിശ്വാരംഭത്തിനു കാരണം. അദ്ദേഹമത്രേ എല്ലാ ശക്തികളുടെയും നിലനിൽപ്പിനും നാശത്തിനും ഹേതുവും. ഹരേ കൃഷ്ണ.